ഹലോ, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ പുളിങ്കറിയാണ്. പുളിങ്കറിയെന്നും വഴുതനങ്ങ പുളിയെന്നും പറയും. ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കുമെല്ലാം നല്ലൊരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ പുളിങ്കറിയാണ്. വഴുതനങ്ങ പുളിയെന്നും പറയാം. അതിലേക്ക് ആവശ്യമായി ഒരു 7 മീഡിയം സൈസ് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 10 കഷ്ണം ചെറിയ വെളുത്തുള്ളി അല്ലികളാണ് എടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് സവാള, 2 വലിയ തക്കാളി. ഇതെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. വഴുതനങ്ങയും സവാളയും പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. വഴുതനങ്ങ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വെളുത്തുള്ളി അങ്ങനെ തന്നെ ചേർക്കുവാണ്. ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് മുറിക്കേണ്ട ആവശ്യമില്ല. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് പുളിങ്കറി മാതിരിയാണ് ഉണ്ടാക്കുന്നത്, വഴുതനങ്ങ പുളിങ്കറി മാതിരി. അപ്പോൾ പുളി ആവശ്യമാണ്. 2 വലിയ തക്കാളി എടുത്തതുകൊണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഉപയോഗിക്കുന്നത്. തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് അരച്ചാണ് എടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായി വഴട്ടിയെടുക്കണം. ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് വഴട്ടിയെടുക്കണം. ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. 2 മിനിറ്റോ 3 മിനിറ്റോ മാക്സിമം മതിയാകും. വഴുതനങ്ങ ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞു. ഇത് കോരിയെടുക്കാം. വഴുതനങ്ങ കോരിയെടുത്ത് കഴിഞ്ഞു. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇവയും നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത്തിരി കറിവേപ്പില. ഇതെല്ലാം ഒന്ന് നന്നായി വഴന്ന് വരണം. വഴന്നതിന് ശേഷം തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതായി ഒന്ന് തിളച്ച് വരണം. പച്ചമണം മാറിക്കിട്ടണം. 2 മിനിറ്റ് എടുക്കും. ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയും മിക്സ് ചെയ്തതാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇത് സാമ്പാർ പൗഡറാണ്. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം വഴുതനങ്ങ
ചേർത്ത് കൊടുക്കാം. പച്ചമണമെല്ലാം മാറി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചോറിനും ചപ്പാത്തിക്കും ഈവൻ ദോശയ്ക്ക് കൂടി നല്ലൊരു കറിയാണ്. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളവും മസാലയും എല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കണം. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിലൂടെ ചൂടുവെള്ളമുണ്ട്. ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നല്ലതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇത്തിരി കറിവേപ്പില ബാക്കിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത്തിരി മല്ലിയില അതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. വളരെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത്തിരി ലൂസായിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ലഞ്ചിനും രാത്രി ചപ്പാത്തിക്കും വേണ്ടിയിട്ടാണ്. ഇത് ദോശയ്ക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നിങ്ങളുണ്ടാക്കി നോക്കണം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.